ഫ്രണ്ട്സ്, നിങ്ങൾ ഈ സമ്പത്ത് ധാരാളമായിട്ട് നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തയിൽ തന്നെ വലിയ മാറ്റമുണ്ടാകും. അങ്ങനെ മാറ്റമുണ്ടാകുന്ന പക്ഷം തീർച്ചയായിട്ടും സമ്പത്ത് നമുക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ ഉദ്ദേശിക്കാത്ത വഴിയിൽ നിന്ന് പോലും ആ സമ്പത്ത് നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും. ആ രണ്ട് ചിട്ടകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. നമ്മൾ നിരന്തരമായിട്ട് സമ്പത്തിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പണത്തിൻ്റെതായിട്ടുള്ള ഒരു ദൗർലഭ്യത്തിൽ കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയും? അപ്പോൾ നമുക്ക് അവിടെ ഒരു റേഷ്യോ ആയിട്ട് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അതായത് ഇപ്പോൾ ഒരു ത്രാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഗത്ത് നമ്മുടെ ചിന്തകൾ പണത്തിൻ്റെ ദൗർലഭ്യം, ഒരു ഭാഗത്ത് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ധാരാളം സമ്പത്ത്, അല്ലേ? അപ്പോൾ ഒരു ദിവസത്തെ നമ്മുടെ ചിന്തകളിൽ ഒരു 60% പണത്തെക്കുറിച്ചാണെങ്കിൽ നമ്മുടെ ചിന്തകളിൽ മുഴുവൻ എന്തായിരിക്കും കൂടുതൽ? പണത്തിൻ്റെ ദൗർലഭ്യത്തേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് സമ്പത്തിനെ കുറിച്ചാണ്, ധാരാളം പണത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ത്രാസിൻ്റെ തൂക്കം സമ്പത്തിൻ്റെ വശത്തേക്ക് മാറുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ഈ ഒരു രീതിയിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്തോ ആയിക്കൊള്ളട്ടെ, പണത്തിൻ്റെതായിട്ടുള്ള ദൗർലഭ്യം, സമ്പത്തിൻ്റെതായിട്ടുള്ള ദൗർലഭ്യം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ചിന്തകളിൽ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു റേഷ്യോയിൽ തന്നെ സമ്പത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്കൊക്കെ ഈ പണത്തിൻ്റെ ദൗർലഭ്യം നമ്മുടെ മനസ്സിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമെങ്കിലും നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം പണത്തെക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അതിപ്പം കാലക്രമേണ അങ്ങനെ ചിന്തിക്കുന്ന പക്ഷം നമ്മുടെ മനസ്സിൽ കൂടുതൽ ചിന്തിക്കുന്നത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും എന്നുള്ളതാണ്. അപ്പോൾ പണത്തിൻ്റെ ദൗർലഭ്യം ഒരു ഭാഗത്ത് സത്യമാണെന്നിരിക്കെ നമുക്ക് സമ്പത്തിലേക്ക് നല്ല രീതിയിൽ ചുവടുവെച്ച് മുന്നോട്ട് പോകുവാൻ കഴിയും. ഇതാണ് ഒന്നാമത്തെ ചിട്ട എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർ ആ റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കാറില്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ഒരു തുണിക്കടയിൽ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മൾ നോക്കി നിൽക്കാറില്ലേ? ചിലപ്പോൾ പണത്തിൻ്റെതായിട്ടുള്ള ദൗർലഭ്യം കൊണ്ട് അത് നമുക്ക് താൽക്കാലികമായിട്ട് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ ഒരു കാര്യം ചെയ്യുക, അങ്ങനെ ഒരു കാർ കാണുന്ന പക്ഷം ഈ കാർ ഞാൻ സ്വന്തമാക്കും, അതിനുള്ള സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയുവാൻ കഴിയണം. ഇനിയിപ്പോൾ ഒരു വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ ആ വസ്ത്രം ഇങ്ങനെ നോക്കിയതിന് ശേഷം അതിൻ്റെ മോടിയെല്ലാം നല്ല രീതിയിൽ ഭംഗിയായി ആസ്വദിച്ചതിന് ശേഷം ഇത് ഞാൻ സ്വന്തമാക്കിയിരിക്കും, അതിനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് പറയുവാൻ കഴിയണം, ശക്തമായിട്ട് പറയുവാൻ കഴിയണം. അങ്ങനെ പറയുന്ന പക്ഷം നമ്മുടെ വാക്കുകൾക്ക് എത്രത്തോളം പവറുണ്ടോ, എത്രത്തോളം ശക്തിയുണ്ടോ, അത്രത്തോളം നമ്മുടെ സ്വപ്നങ്ങൾക്കും ശക്തി കൂടും. അപ്പോൾ അത് നമ്മുടെ ചിന്തകളെ വേറൊരു തലത്തിലേക്ക് മാറ്റിമറിക്കും. അതായത് സമ്പത്ത് നേടണം, പണം നേടണം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് നിരന്തരമായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അത് മാറുന്ന മനസ്സിൻ്റെ ലക്ഷണമാണ്. അത് സമ്പത്തിലേക്ക് നിങ്ങളെ നയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ദിവസത്തിലെ നിങ്ങളുടെ ചിന്തകളിൽ കൂടുതലും സമ്പത്തിനെ കുറിച്ചാകട്ടെ, അതുപോലെ തന്നെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെന്തു തന്നെയാണെങ്കിലും, ഒരു കാറാകട്ടെ, വസ്ത്രമാകട്ടെ, മറ്റെന്തുമാകട്ടെ, അത് നിങ്ങൾ സ്വന്തമാക്കിയിരിക്കും, അതിനുള്ള പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിരന്തരമായിട്ട് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ധനത്തിൽ, നിങ്ങളുടെ സമ്പത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾ അറിയാതെ തന്നെ വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ഗോഡ് ബ്ലസ് യു. സീ യു ടുമോറോ.